മതത്തിനെതിരെ സംസാരിച്ചാൽ തല പോകുന്ന ഒരു രാജ്യത്ത് നിന്നിട്ട് 90% 86% ആളുകൾ മതം ഉപേക്ഷിച്ച് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇറാനിൽ. കാരണം എന്താ? അവര് മനസ്സിലാക്കുന്നു ഇവരെന്താണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവരാണോ? അന്യമതസ്ഥരെ അവർ കാഫിറുകളാണ് എന്ന കാരണത്താൽ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നു. ഇവരേതാശയമാണ് ഈ ലോകത്ത് സമ്മാനിക്കുന്നത്? അവർ കാഫിറുകളായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് അവരുടെ കുഴപ്പം കൊണ്ടാണോ? ആണോ? ജൂതന്മാരോട് എന്താ ഇവർക്ക് ഇത്രയും വിരോധം? ജൂതന്മാർ ഇവരെ എന്തോ ചെയ്തു? കാരുണ്യവാനായ സകല ലോക രക്ഷിതാവായ സകലതിനും കഴിവുള്ള പടച്ചറബ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനും ഇസ്ലാമികമാക്കി അങ്ങ് മാറ്റിയാ പോരായിരുന്നോ? ജൂതന്റെ മനസ്സിലേക്ക് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇട്ടുകൊടുത്താൽ പോരായിരുന്നു? അവരൊക്കെ ഈ മതത്തിലേക്ക് വരുമായിരുന്നില്ലേ? പിന്നീട് മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് അവൻ ആത്മവിശ്വാസവും ഇട്ടുകൊടുത്തിട്ട് ഇവര് കുറച്ചുപേരേ ഉള്ളൂ, മറ്റവര് കൂടുതൽ ആളുകളുണ്ട്, എതിരാളികള്. അവരുടെ മനസ്സിലേക്ക് ഭയം ഇട്ടുകൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഈ പടച്ചോൻ? അപ്പൊ പടച്ചോൻ എന്തിനാണ് തീരുമാനിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? ഇവരെ പരസ്പരം തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു കഴുകനായിട്ടല്ലേ പടച്ചോൻ അവരെ ഉദിക്കുന്നത്? സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഇവരിങ്ങനെ പരസ്പരം തമ്മിൽ തല്ലി ആരുടെ ചോരയാണ് കൂടുതൽ വീഴുന്നത്, ആരുടെ തലകളാണ് കൂടുതൽ വീഴുന്നത് എണ്ണി തിട്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അരിയിൽ പേരെഴുതുമ്പോൾ അള്ളാഹു മറന്നു പോകുന്നത്. സൊമാലിയക്കാർ പട്ടിണിയിലാകുന്നത് അതുകൊണ്ടാണ്. സൊമാലിയക്കാരുടെ പേരെഴുതേണ്ടുന്ന അരിയില് അള്ളാഹു ഇന്ത്യക്കാരുടെ പേരെഴുതുന്നത്. നമ്മുടെയാണല്ലോ പ്രധാനപ്പെട്ട അരി ഭക്ഷണം. ഇന്നിപ്പോ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ അരി തന്നെയാണെന്ന് തോന്നുന്നു പ്രധാനപ്പെട്ട ഭക്ഷണം, അല്ലേ? അരി ഗൾഫിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമല്ലേ ഇപ്പൊ ബിരിയാണി. അപ്പൊ ഈ ബിരിയാണി അരിയിലൊക്കെ പേരെഴുതുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാട്ടെ. തന്നെയല്ല, മതവിമർശകരായിട്ടുള്ള മതത്തെ ഉൾക്കൊള്ളാത്ത ആളുകൾ അരി ഉൽപ്പാദിപ്പിക്കണമല്ലോ യന്ത്രങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി. പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊക്കെ ജൂതന്റെ കയ്യും ഉണ്ടാകും, ടാറ്റയുടെ കയ്യും ഉണ്ടാവും. അവര് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ചാക്കിനകത്ത് വെച്ചാലല്ലേ പടച്ചോനി ഓരോ അരി വീതം കയ്യിലെടുക്കൂ, കാലിലെടുക്കൂ, കൊണ്ടെടുക്കൂ, എന്തോ ആവട്ടെ, പേരെഴുതണ്ടേ. എന്തായിരുന്നാലും അച്ചൊന്നും പടച്ചോൻ ഉപയോഗിക്കത്തുമില്ല. അതൊക്കെ മറ്റവരുടെ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ ഇങ്ങനെ പേരെഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സൊമാലിയക്കാരുടെ പേരെഴുതാൻ വിട്ടുപോകുന്നത് കൊണ്ടാണ് സൊമാലിയക്കാർ പട്ടിണി കിടന്ന് ചത്തുപോകുന്നത്. സുഡാനിലും ഒരുപാട് പട്ടിണികളുണ്ട്. അപ്പോൾ ഇവരെ അന്യമത വിരുദ്ധത ഇവരുടെ രക്തത്തിലും ഇവരുടെ ഗ്രന്ഥത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു റാലി ഉണ്ടല്ലോ, ആ റാലിക്കകത്ത് ഇവർ ഏറ്റവും കൂടുതൽ വിളിച്ചു പറയുന്നത് ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണമെന്നാണ്. ഇവരുടെ എക്കാലത്തെയും ആയുധം കുട്ടികളാണ്. നമ്മൾ വിചാരിക്കും അയ്യോ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ എന്ന്. നമ്മളാകെ ഈ കുട്ടികളെ ഇവർ ഇരകളാക്കപ്പെടുന്ന ഒരു സംഭവം കാണുന്നത് പിന്നെന്താണ്, അരിയും മലരും കുന്തിരിക്കവും എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മുഴക്കി ഒരു 9കാരൻ രംഗത്ത് വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഗ്ലോബലൈസ്ഡ് ഒരു ഇന്തിഫാദയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇന്തിഫാദ സ്വാതന്ത്ര്യ സമരം. അപ്പൊ അമേരിക്കയിലെ ഒരു റാലിയാണ് ഈ നടക്കുന്നത്. അമേരിക്കയിലെ റാലിയില് യഹൂദന്മാരെ ഇല്ലാതാക്കണം എന്ന് മുദ്രാവാക്യം മുഴക്കുന്ന ഹമാസ് അനുകൂലരാണ്. കാരണം യഹൂദന്മാരുണ്ടാക്കുന്ന എല്ലാം ഇവർക്ക് വേണം, പക്ഷേ യഹൂദന്മാരെ വേണ്ട. ജൂതന്മാരുണ്ടാക്കുന്ന എല്ലാ ടെക്നോളജിയും ഇവർക്ക് വേണം, പക്ഷെ ജൂതനെ ഇല്ലായ്മ ചെയ്യണം എന്നതാണ് ഇവരുടെ എക്കാലത്തെയും അജണ്ട. ഇത് തന്നെയാണ് സ്ത്രീ ഭരിക്കുന്നതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? സ്ത്രീകള് രാജ്യം ഭരിച്ചാല്, ലോകം ഭരിച്ചാല് ആ രാജ്യം, ആ നാട് മുടിഞ്ഞു പോകുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പെണ്ണിനെ ഭരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണിനെ പേറിയന്ത്രമാക്കാൻ കിട്ടുമോ? കൈ ധരിക്കുമ്പോൾ 2 പൊട്ടിക്കാൻ പറ്റുമോ? ലിംഗത്തരിപ്പ് തീർക്കാൻ ഒരു ഭോഗവസ്തുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പെണ്ണ് എല്ലാ മേഖലയിലും പര്യാപ്തരായാൽ ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ നമുക്കറിയാം ലോക ജനസംഖ്യയുടെ വെറും 25% മാത്രമാണ് മുസ്ലിങ്ങൾ. പക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന
എല്ലാ തീവ്രവാദ ആക്രമണങ്ങളും ഇവരാണ് നടത്തുന്നത്. ഇസ്ലാമിക തീവ്രവാദം ഇല്ലെങ്കിൽ ലോകം സമാധാനത്തിലാണ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നൊന്നും ഇവിടെ ആർക്കും അഭിപ്രായങ്ങളില്ല. പക്ഷെ ഇത്രയും തീവ്രവാദ സംഘടനകൾ, നേതാക്കന്മാർ ഈ മതവിഭാഗത്തിൽ നിന്ന് തന്നെയല്ലേ? അല്ലേ? ഇവരുടെ ആശയങ്ങളും ഇത് തന്നെയാണ്. ഇവരുടെ ഗ്രന്ഥങ്ങൾ ഇവരെ പ്രേരിപ്പിക്കുന്നതും ഇതിന് തന്നെയാണ്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏത് നാട്ടിൽ നടന്നാലും ശരി, അതിനെ ആ പ്രദേശത്തുള്ള മറ്റ് ഇസ്ലാം മത വിഭാഗങ്ങൾ എതിർത്തിരുന്നെങ്കിൽ, ആ സംഘടനകൾ, ആ നേതൃത്വം ഇവരെ എതിർത്തിരുന്നെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം ഇങ്ങനെ ഒരു വിഷവൃക്ഷമായി വളരുമായിരുന്നില്ല. ഈ ഇസ്ലാമിക തീവ്രവാദം നമുക്കറിയാം, ജോസഫ് മാഷിന്റെ കയ്യും കാലം എടുത്തത് കേരളത്തിലെ രാഷ്ട്രീയക്കാർ അതിന് മുതൽക്കൂട്ടായി നിന്നില്ലേ? ഇത് മതമില്ലെന്ന് പറയാൻ പറ്റുമോ? ഇനിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദങ്ങൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെങ്കിലും അത് ചെയ്തിരുന്നെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ യൂട്യൂബുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരേണ്ടുന്ന ഒരു അവസ്ഥയെ ഉണ്ടാകുമായിരുന്നില്ല. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി മുഖ്യധാരാ മാധ്യമത്തിലെ ചേറ്റകൾ വരെ രംഗത്ത് വന്നു. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടതിനകത്ത് ലക്ഷണമൊത്ത മത തീവ്രവാദമായിരുന്നു എന്ന് വ്യക്തമായിട്ട് പോലും ഇവരൊരു ഖുർആൻ വചനവും എടുത്ത് പൊക്കിപ്പിടിച്ചോണ്ടാ വന്നത്. പക്ഷെ ആ വചനത്തിനകത്ത് തന്നെയുണ്ട്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചാൽ അവരെ കൊന്നുകളയണമെന്ന്, എതിർത്താൽ കൊന്നുകളയണമെന്ന്. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കലാണ്, ഇസ്ലാമിക ലോകം സ്ഥാപിക്കാനാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പഠിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ എനിക്ക് നൽകണം എന്നാണ് 9-ാം അധ്യായം സൂറത്ത് തൗബയിൽ 123 അല്ലാഹു പറയുന്നത്. പകരമായി നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന്. 9:5 കുറേയായി നമ്മുടെ സുഹൃത്തുക്കൾ എഴുതിയിട്ടുകൊണ്ടിരിക്കുവാണ് ആ വചനം. ബഹുദൈവ വിശ്വാസികളെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് കാച്ചിക്കൊള്ളാൻ. വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞിട്ട് മതിയെന്നൊരൊറ്റ നിബന്ധനയേ ഉള്ളൂ. അവരെ വളഞ്ഞോ, പതിയിരിക്കാന്നിടത്തൊക്കെ പതിയിരുന്നോ, അവരൊന്ന് പേടിക്കട്ടെ. എന്നാലാണ് നമ്മുടെ മതം പൂർത്തീകരിക്കാൻ പറ്റൂ. 9-ാം അധ്യായത്തിന്റെ 29 വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതമായ ഇസ്ലാമിനെ മതമായിട്ട് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. സത്യമതം ഇസ്ലാമാണല്ലോ. സത്യമതത്തെ മതമായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ എന്തിന്? അവർക്ക് സ്വസ്ഥമായിട്ട് ഈ ലോകത്ത്, ഈ രാജ്യത്ത് അവരിഷ്ടമുള്ള ആശയത്തിൽ ജീവിച്ചോട്ടെ. നിങ്ങൾ എന്തിനാണ് നിർബന്ധിച്ചിട്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വേദം നൽകപ്പെട്ടവരെ എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കാൻ പോകുന്നത്? അള്ളാഹുൽ അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ എങ്ങനെ പറയും? അള്ളാഹും അവന്റെ ദൂതനും സത്യമാണ് എന്നും ശരിയാണ് എന്നും അംഗീകരിച്ച് 5 വയസ്സും 10 മാസവും പ്രായമുള്ള കുഞ്ഞിനെ കെട്ടിയതടക്കമുള്ള, ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ വെച്ച് ഭോഗിച്ചതടക്കമുള്ള, ഒരുപാട് ചോര കിനിഞ്ഞ, ഒരുപാട് തലകൾ എടുത്ത സമാധാന മതത്തെ പ്രചരിപ്പിച്ച വിഷയങ്ങൾ അടക്കം അള്ളാഹും അവന്റെ പ്രവാചകനും നല്ലതാണ് എന്ന് തോന്നുമ്പോൾ മാനവികതയിൽ ഊന്നി നിൽക്കുന്ന നമുക്കത് നല്ലതാണ് എന്ന് തോന്നുന്നില്ല. അപ്പൊ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ നമ്മളെ കൊല്ലണമെന്ന്. സത്യമതമായ ഇസ്ലാമിനെ മതമായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്തോളാൻ. അതല്ലെങ്കിൽ അവർ നമുക്ക് ഇങ്ങോട്ട് നികുതി തന്നോട്ടെ എന്നാ പിന്നെ കുഴപ്പമില്ല. 8:39 എന്താ പറയുന്നത്? കുഴപ്പമില്ലാതാകണം, മതം മുഴുവനും അള്ളാഹുവിന്റെ വേണ്ടിയാകണം, അതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തോളാൻ. ചേട്ടാ, ഇവര് മാത്രം മതിയോ ഈ ലോകത്ത് ജീവിക്കാന്? നബിയെ, നീ വിശ്വാസികളെ സമാധാനത്തോടു കൂടി ജീവിക്കാനല്ല പ്രേരിപ്പിക്കേണ്ടത്, യുദ്ധത്തിനാണെന്ന്. 8-ാം അധ്യായത്തിലെ 65-ാമത്തെ വചനം. അവര് സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കരുത്. ഇവിടെ അവർക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. പരസ്പരം കൊല്ലുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യണ്ടേ? അതിന്